ഈ ലവ്ലിയോട്ട് വരുമ്പോഴും ശരിക്കും ഒരു 3D ചിത്രമാണ്. 3D ചിത്രം എനിക്ക് തോന്നുന്നു ഒരു കുറേ നാൾക്ക് ശേഷം 3D ആയിട്ട് വരുന്നു. അത് ഈ പറഞ്ഞ പോലെ ഞാൻ കിച്ചാ സുദീപിൻ്റെ ഈച്ചയുമായിട്ട് ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈസ് ഇറ്റ് എനിവേ റിലേറ്റഡ് ഓർ ഇഫ് നോട്ട് ഈ പറയുന്ന ലവ്ലി മൂവിയെ ഏത് രീതിയിലാണ് പ്രേക്ഷകർ കാണേണ്ടത് ശരിക്കും? ആക്ച്വലി ഇത് ഒരു ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പോൾ 12 വർഷങ്ങൾക്ക് മുമ്പാണ് ആക്ച്വലി ഈഗ ഇറങ്ങുന്നത്. നമ്മളിപ്പോൾ ലവ്ലി അതിന് ശേഷം ഇറങ്ങുമ്പോൾ ലവ്ലി ഈഗമായിട്ട് ഒരിക്കലും കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. ഈഗ ഭയങ്കര ഡയമെൻഷൻസ് ഉള്ള പടമാണ്. റിവെഞ്ച് അങ്ങനെയൊക്കെ ഉള്ളൊരു ഫിലിമാണ്. അതെ, അതിൻ്റെ ആക്ഷനൊക്കെ കൂടുതലാണ്. പക്ഷെ ലവ്ലിയിലോട്ട് വരുമ്പം ലവ്ലി ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ 3Dയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളൂ. ശരി, അതൊരു 3D സിനിമയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. നമ്മളൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ അനിമേഷൻ വർക്കുകളൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ വരുമ്പോൾ ഒരു 25 മിനിറ്റ്സ് ഉണ്ടായിരുന്ന അനിമേഷൻ ഒരു 45 മിനിറ്റ്സ് ആയി. അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് മൂവിയായി. ഹൈബ്രിഡ് മൂവി എന്ന് വെച്ചാൽ ഒരു നോർമൽ ഫിലിമിൽ ഒരു അനിമേഷൻ ക്യാരക്ടർ വരുമ്പോഴാണല്ലോ അതിനെ ഹൈബ്രിഡ് ആവാന്ന് പറയും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടെ ക്ലോസ് ആയി കിട്ടാൻ, അതായത് ഈ ഈച്ചറുടെ റിലേഷൻ കുറച്ചും കൂടെ നമുക്ക് അടുത്തറിയാവുന്ന ഒരാളെ പോലെ തോന്നും. ഒരു നെക്സ്റ്റ് ഡോർ എന്ന് പറയുന്ന പോലെ സ്റ്റോറിക്ക് വേണ്ടിയിട്ടൊരു 3D ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ നമ്മൾ സ്വാഭാവികം കാണുന്ന ലൈവ് ആക്ഷനിൽ ഈച്ച ഇല്ലാത്ത പോർഷനിലൊക്കെ അങ്ങനെ ഹെവി ഡെപ്ത് 3D അല്ല, നോർമൽ 3D ആണത്. നമുക്ക് ആ സ്റ്റോറിയിൽ നിന്നും ഈ ഇമേഴ്സീവ്നെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോറിക്കകത്ത് ലോക്കാവണമല്ലോ, പ്രേക്ഷകൻ വരുമ്പോൾ സ്റ്റോറിക്കകത്ത് ലോക്കാവണം. നമ്മൾ 3D വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ശരിക്കും സാധാരണ 3D വരുമ്പോഴും അത് ശരിക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. അതായത് ഫോക്കസ് ഇപ്പോൾ ഒരു ലെയർ വരുമ്പോൾ ആ ഫോക്കസിലേക്ക് നമ്മൾ അറിയാതെ നോക്കും. അങ്ങനെ നോക്കരുത്, കഥയ്ക്കകത്തേക്ക് പോകാവുള്ളൂ. അപ്പോൾ അത് എന്നാൽ ഈച്ച വരുമ്പോൾ അത് നമ്മുടെ അടുത്ത് വരും. അങ്ങനെ കുറച്ചും കൂടെ കണ്ണിനടുത്തായിട്ട് വരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ പോർഷനാണ്, അതായത് ഈച്ചയുള്ള പോർഷനാണ് നമ്മൾ കുറച്ചും കൂടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത് സ്റ്റോറിക്ക് വേണ്ടിയിട്ട്. ഈച്ച എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി 3D ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഒരു 3D പടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതല്ല. പക്ഷെ അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ആൾക്കാർക്ക്. എങ്ങനെ ഈ വരുമ്പോൾ നമുക്ക് ആ ഈച്ച നമ്മുടെ മനസ്സിലുണ്ടാവും എപ്പോഴും. സിനിമ കഴിഞ്ഞിട്ട് പോയാലും ആ ഈച്ച നമ്മളെ ഒരു ഇങ്ങനെ കുറേ നേരം ഹോണ്ട് ചെയ്യും. അല്ല, ഹോണ്ട് ചെയ്യുന്നല്ല, ഒരു കൂടെ ഉണ്ടാവും.